ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ ലഞ്ച് ടൈമായി. അപ്പം ലഞ്ചിന് എനിക്കിന്ന് വലിയ മീൻ കൂട്ടി ഉണയിക്കണം എന്നൊരാഗ്രഹം. അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് വലിയ മീൻ മേടിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഹാ, അപ്പം നമുക്ക് വിളമ്പിയാലോ? എനിക്ക് വിശക്കുന്നുണ്ട്. മണി 2:15 കഴിഞ്ഞു. നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്, പിന്നെ രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ വിത്ത് ലഗേജ്, പിന്നെ മുടിക്കും കണ്ണിനൊക്കെ ഒരുപാട് നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കൂടെ വെച്ചൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ അതും കുറച്ചെടുത്തു കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചാള മുളക് ചാറ്. ചാളയുടെ മുട്ടയും ഒക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ. ഇത് ഇന്നത്തേക്കാളും ടേസ്റ്റ് വരിക ഇന്ന് രാത്രിക്കോ ഒക്കെ ആയിരിക്കും. കുറച്ച് വെള്ളക്കളി പോയില്ലേ, നോക്കിയാൽ ലൂസായിട്ടുള്ള ചാറ്. ഇത്രയും വെള്ളക്കളി വേണ്ട, കുറച്ച് തിക്ക് ഗ്രേവി ആക്കായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഇരിക്കട്ടെ എന്ന് ഓർത്തങ്ങ് വെച്ചതാണ്. അപ്പോൾ കുറച്ചും ചാളക്കറി വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താണെന്നറിയോ, ഇത് വഴുതനങ്ങ ഉപ്പേരിയാണ്. അതാ, ഇത് വഴുതനങ്ങ ഉപ്പേരിയാണ്. ഇത് വഴുതനങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത് വഴുതനങ്ങ മാത്രമേ ഉള്ളൂ. ഇത് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്ത് ചേർത്തു. എൻ്റെ അച്ഛനൊന്നും നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് അച്ഛന് വേണ്ടി വെറുതെ വഴുതനങ്ങ ഉപ്പേരി മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ. ആരെങ്കിലും കഴിക്കാത്തതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം. വഴുതനങ്ങയും ഉണക്കച്ചെമ്മീനും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ ചേർത്ത് വഴുതനങ്ങ ഉപ്പേരി. ഇപ്പം തന്നെ നിറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ എവിടെ വെക്കും നമുക്ക്? ആഹാ, എനിക്ക് ഈ ഫിഷ് കഴിക്കണം. നോക്കി, ഈ ഫിഷ് വെച്ച സ്ഥലം നോക്കിയാൽ ഫിഷിൻ്റെ സ്റ്റൈലിൽ ഇലയിൽ ആ കളർ വന്നു. അപ്പോൾ ഇലയുടെ ഗുണവും കൂടെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ ഫിഷ് വെച്ച് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ഫിഷും വെച്ചു. ഞാൻ സമയം കളയാനുള്ള ഇരുന്ന് കഴിഞ്ഞു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ തൈരൊക്കെ ഉണ്ട് കേട്ടോ. മിൽക്കി മിസ്റ്റിന് തൈരില്ല, ഇത് വേറെ ഏതോ ഗോകുലോ. എനിക്ക് ഇങ്ങനത്തെ തൈരൊന്നും ഇഷ്ടം. എനിക്ക് മിൽക്കി മിസ്റ്റിനുള്ള കട്ട തൈര ഇഷ്ടം. തൈരില്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാർ ഉപേക്ഷിച്ചു. അപ്പം ഞാൻ ഇന്ന് ഊണ് കഴിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സാമ്പാർ കൂട്ടി ഊണ് കഴിക്കാം. ഇത്തിരി സാമ്പാറും എനിക്ക് വേണ്ട ദിവനാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ആകുന്നുണ്ടോ വലിയ മീൻ ഇങ്ങനെ കഴിക്കണമെന്ന്? സാധാരണ എനിക്ക് ചാളയാണ് ഇഷ്ടം. ഇന്ന് എനിക്ക് നടുപ്പത്തിനെടുത്തേ ഉള്ളൂ. വലിയ മീൻ കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ പോയി മേടിപ്പിച്ചാണ്. നെയ്മീനൊക്കെ ഞാൻ പിടുവായിരിക്കും. നെയ്മീനൊന്നും ഇവിടെ കിട്ടിയില്ല. കിട്ടിയ ഒരു മീൻ ഞാൻ മേടിച്ചോണ്ട് വന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും മീൻ മേടിക്കാൻ പോകുമ്പോൾ എന്ത് മീനാണ് ഞാൻ പറഞ്ഞ വട്ടത്തി മുറിക്കാൻ പറ്റിയ മീനുണ്ടെന്ന് വെച്ചാൽ പോയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ ഒരു മാരിനേഷനും ഇല്ല കേട്ടോ അധികമായിട്ട്. വെറുതെ മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വറുത്തു. കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാവുള്ളൂ. അല്ലാതെ ഒരുപാട് മറ്റേ ഡെക്കറേഷന് വേണ്ടി ഫിഷ് മസാലയോ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒരു പേസ്റ്റും ഇല്ല. പക്ഷെ കിട്ടലും ടേസ്റ്റാണ്. നന്നായിട്ട് കേട്ടോ. ഇടും നമുക്ക് നമ്മുടെ വഴുതനങ്ങയും ചെമ്മീനും. ആഹാ, എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് എനിക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടം. കൂടുതലും അവരല്ലേ വഴുതനങ്ങ യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലധികം ആർക്കും വേണ്ടി താല്പര്യമില്ല. ചെമ്മീനിട്ട പറയുകയും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ ലൂസായ ചളക്കറി. ഇത്രയും ലൂസായത് കുറച്ചുകൂടെ തിക്കറി വേണം. വൈകുന്നേരത്തേക്കൊന്ന് ഇരുന്ന് പറ്റുമായിരിക്കും അല്ലേ. നല്ല എരിവും ഉണ്ടാവും. അത് ചാള മുട്ട ഉണ്ടാവും. ഈ മുള്ളുള്ള ചാളയ്ക്ക് മുട്ടയുള്ള ചാളയ്ക്ക് ഭയങ്കര മുള്ളായിരിക്കും ഗൈസ്. ഞാൻ നോക്കുമ്പോൾ മുട്ടയുണ്ടെങ്കിൽ ചാളയ്ക്ക് ഭയങ്കര മുള്ള് കാണാം. അല്ലെങ്കിൽ ഇത്രയും മുള്ളുണ്ടാവാറില്ല. കഴിക്കട്ടെ. സൂപ്പർ. ഇന്ന് എൻ്റെ ഊണ് സൂപ്പർ 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 ഇഷ്ടപ്പെട്ടിട്ട് പോലെ കിട്ടണമാണ്. അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ.